ഗൾഫ് രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ആധിപത്യം സ്ഥാപിച്ച ബ്രാൻഡാണ് ലുലു ഗ്രൂപ്പ്. MA യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഈ സ്ഥാപനം ഹൈപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ ഉപഭോക്താക്കൾക്ക് ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവം നൽകി. നിലവിൽ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യ, മലേഷ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും ലുലുവിന് ശക്തമായ സാന്നിധ്യമുണ്ട്. അടുത്തിടെ കുവൈറ്റിലും സൗദി അറേബ്യയിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ടുള്ള ലുലു ഗ്രൂപ്പിന്റെ വിപുലീകരണ തന്ത്രങ്ങൾ ആഗോള റിട്ടെയിൽ രംഗത്ത് അവർ എത്രത്തോളം ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ ലുലു ഗ്രൂപ്പ് തങ്ങളുടെ 17ാമത്തെ സ്റ്റോർ തുറന്നത് ഒരു സാധാരണ സംഭവമല്ല. ഇത് കുവൈറ്റ് വിപണിയിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നാനുള്ള ലുലുവിന്റെ തീരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹവലയിലെ അൽ ബഹർ സെന്ററിൽ ആരംഭിച്ച പുതിയ ലുലു ഡെയിലി ഫ്രഷ് സ്റ്റോർ 4700 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ചെറു ഔട്ട്ലെറ്റ് ആണ്. സാധാരണ ഹൈപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് ഇത്തരം ചെറിയ സ്റ്റോറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവ ഉപഭോക്താക്കളുടെ താമസ സ്ഥലങ്ങൾക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ നിത്യോപയോഗ സാധനങ്ങൾ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുന്നു. കുവൈറ്റിലെ റിട്ടെയിൽ വിപണിയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ലുലു, കാരിഫോർ, സിറ്റി സെന്റർ തുടങ്ങിയ റിട്ടെയിൽ ഭീമന്മാർ ഈ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്റ്റോറുകൾ തുറക്കുന്നത് വഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. ഇത്തരം വിപുലീകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ലുലു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ സാധാരണയായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാറുണ്ട്. ഈ നയം പ്രാദേശിക കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും വലിയ പ്രയോജനം ഉണ്ടാക്കുന്നു. കുവൈറ്റിലേക്ക് പോലെ തന്നെ സൗദി അറേബ്യയിലും ലുലു ഗ്രൂപ്പ് അതിവേഗം വളരുകയാണ്. ജിദ്ദയിലെ അൽ ബഗ്ദാദിയ ജില്ലയിൽ അടുത്തിടെ തുറന്ന പുതിയ സ്റ്റോറോടെ സൗദിയിലും ലുലു ഔട്ട്ലെറ്റുകളുടെ എണ്ണം 68ആയി ഉയർന്നു. സൗദിയിൽ ലുലുവിന് ഇപ്പോൾ 12,000-ലധികം ജീവനക്കാരുണ്ട്. ഇതിൽ വലിയൊരു ഭാഗം സൗദി പൗരന്മാരാണ്. ഇത് സൗദിയിലെ സൗദിവൽക്കരണം എന്ന നയത്തിന് ലുലു നൽകുന്ന പിന്തുണയുടെ ഭാഗമാണ്. സൗദി അറേബ്യയിലെ ലുലു ഗ്രൂപ്പിന്റെ പ്രവർത്തന വിപുലീകരണത്തിന് പിന്നിൽ അവിടുത്തെ ദേശീയ പദ്ധതിയായ വിഷൻ 2030 വലിയ പങ്കുണ്ട്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കുക, സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് വിഷൻ 2030 ഉള്ളത്. ലുലു ഗ്രൂപ്പിന്റെ വിപുലീകരണങ്ങൾ ഈ ലക്ഷ്യങ്ങളുമായി പൂർണ്ണമായും യോജിച്ചു പോകുന്നു. MA യൂസഫ് അലി പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും റിട്ടെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും സമൂഹത്തിന് ലോകോത്തര ഷോപ്പിംഗ് അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും രാജ്യത്തിന്റെ വിഷൻ 2030 തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഈ വിപുലീകരണം. സൗദിയിൽ 100 സ്റ്റോറുകൾ തുറക്കുക എന്ന ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഈ വിപണിയിൽ അവർ എത്രത്തോളം സാധ്യതകൾ കാണുന്നു എന്നതിന്റെ സൂചനയാണ്. കുവൈറ്റിലും സൗദിയിലും നടപ്പാക്കുന്ന വിപുലീകരണങ്ങൾ കേവലം പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. ഈ വിപണിയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറുകൾ തുറക്കുന്നതിലൂടെ ലുലു ഉപഭോക്താക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം കാണാനും ശ്രമിക്കുന്നു. കൂടാതെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും ലുലു ഗ്രൂപ്പ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രോവിൻസ് ലുലു സെൻട്രൽ വെയർഹൌസിൽ ആരംഭിച്ച പുതിയ സോളാർ പ്ലാന്റ് ഇതിനൊരു ഉദാഹരണമാണ്. ഇത് പ്രതിവർഷം 535 ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാനും സഹായിക്കും. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഭാഗമായുള്ള സുസ്ഥിര പദ്ധതികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ലുലു നടത്തുന്ന ഈ നീക്കം കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ വരുമാനത്തിന്റെ 20% സൗദി അറേബ്യയിൽ നിന്നാണ് എന്ന് ആ വിപണിയിലെ വളർച്ചാ സാധ്യതകളും കാണിക്കുന്നു. കൂടുതൽ സ്റ്റോറുകൾ തുറക്കുന്നതിലൂടെ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. കുവൈറ്റിലെ വിപുലീകരണം പ്രാദേശിക വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും. ഈ വിപുലീകരണങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. ലുലു ഗ്രൂപ്പ് ഗൾഫ് മേഖലയിൽ ഒരു റീറ്റെയിൽ സ്ഥാപനം എന്നതിലുപരി അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയെന്നും പറയാം. ഈ പുതിയ നീക്കങ്ങൾ റീറ്റെയിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും വഴി തുറക്കും.